ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു അവിയലിൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി കുറേ കഷ്ണങ്ങളൊക്കെ ഞാൻ ശനിയാഴ്ച വൈകിട്ടേ എല്ലാം ഇതേപോലെ ഞാനും ജോസ്റ്റാനും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റാണിത്. ക്യാരറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ പിന്നെ പടവലങ്ങയും ഇതുണ്ട്. ഇത് പടവലങ്ങയാണ്. പടവലങ്ങ അതേപോലെ തന്നെ ഞാൻ പയറും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് അരിഞ്ഞ് ഇതേപോലെ കഴുകി എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 കിലോ ചേന ഇതേപോലെ അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളരിക്ക 1/2 കിലോ, കുമ്പളങ്ങ 1/2 കിലോ, പിന്നെ ഒരു 250 കിഴങ്ങ്, ഉരുളൻകിഴങ്ങ് കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ പലരും അവിയലിനകത്ത് കിഴങ്ങൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ഇച്ചിരി കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് അവിയൽ തയ്യാറാക്കുന്നത്. ഇച്ചിരി കൊഴുപ്പൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കിഴങ്ങ് എടുത്ത് വെച്ചിരിക്കുന്നത്. അധികമൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തരം വാഴയ്ക്കയാണ്. ഒന്ന് നേന്ത്രക്കായും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി വെക്കുന്ന വാഴയ്ക്കായില്ലേ, ആ വാഴയ്ക്കായും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ വഴുതനങ്ങയും പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി ചേമ്പാണ്. ചേമ്പൊന്നും ഇടാറില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇച്ചിരി കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി ചേമ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഞാൻ വെക്കുന്നതായൊരു അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അടുക്കി പറ്റാതിരിക്കാനായിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ടിടാം കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് ചേനയാണ് അടിയിലിട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചേനയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ. പക്ഷേങ്കിൽ ഈ ചേന പിന്നെ മഴക്കാലമായതുകൊണ്ട് ചേനയ്ക്ക് അധികം വേവൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല വെന്തായിരുന്നു. പിന്നെ വെള്ളരിക്കായും പിന്നെ കിഴങ്ങും എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിലേക്ക് ആ കിഴങ്ങും വെള്ളരിക്കായും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിഴങ്ങും വെള്ളരിക്കായും മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വാഴയ്ക്ക അരിഞ്ഞ് വെച്ച് മുഴുവൻ ഇട്ട് കൊടുത്തു. പിന്നെ ക്യാരറ്റും പടവലങ്ങയും പയറും ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് വലിയ ഉരുളിയാണ്. ഞാൻ ഈ സ്ക്രീൻ ഇത് ചെറുതാക്കി എടുത്തത് കൊണ്ടാണ് ചെറിയ ഉരുളിയാണെന്ന് തോന്നിക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോവയ്ക്കായും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഇതെന്താ ഇട്ട് കൊടുക്കുന്നത്, ചേമ്പ് ഇട്ട് കൊടുത്തു. ചേമ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ചേമ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേമ്പ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കയ്യിൽ വാരിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തിരുമ്മി വെച്ചേക്കാം കേട്ടോ. നല്ലതായിട്ട് തിരുമ്മി എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ഞാനൊരു ശകലം പോലും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് വാഴയില വെച്ചിട്ട് ഇതേപോലെ അങ്ങ് പൊത്തി വെച്ചേക്കാം കേട്ടോ. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഏറ്റവും നല്ലത് ഓട്ടുരുളിയാണ്. എൻ്റെ അടുത്ത് ഓട്ടുരുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഉള്ള ഉരുളിയിൽ അവിയൽ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വാഴയില വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അതൊരടപ്പ് വെച്ച് അങ്ങ് അടച്ചിട്ടുണ്ട്. ഈ സമയം നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പം ഞാനിതേ ഒരു 4 തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതേപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് അരച്ചെടുക്കണം കേട്ടോ.
അപ്പം അരയ്ക്കണ്ട, നമുക്കൊന്ന് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയേ. അപ്പോൾ തേങ്ങ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ചുമ്മാ ഒന്ന് ഒതുക്കി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒതുക്കി ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം തേങ്ങ ഒത്തിരി ഇങ്ങനെ അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ. നമ്മൾ അവിയലിനൊക്കെ വെക്കുമ്പോൾ തേങ്ങ അരയ്ക്കാറില്ല, ഇങ്ങനെ ഒതുക്കിയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റാണ് അതിലേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നത് കേട്ടോ. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പോലെ തന്നെ ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ടൊരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം പച്ചമുളകൊന്നുമില്ല, നേരത്തെ ഞാൻ അവിടെ കണ്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. ഒരു 10-15 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാനായിട്ട് ഇതേപോലെ കുറച്ചൊരു 4-5 പച്ചമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതിയായിരിക്കും, മുളക് അത്രയും മതിയായിരിക്കും. എന്നാൽ തന്നെ നല്ലവണ്ണം എരിവൊക്കെ കാണും കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ അതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തേങ്ങയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ മുഴുവനായിട്ട് തന്നെ ആ തേങ്ങയ്ക്കകത്തോട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ അവിയൽ വെന്തായി നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ടോയെന്നോ ആവി വന്നോന്നൊക്കെ നമുക്ക് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തുറന്ന് നോക്കുമ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ കുറേശ്ശൊക്കെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതേ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് അടിയിൽ കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ആവി കയറി ചുമ്മാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒരേപോലെ ആക്കി കൊടുക്കുവാണ്. വേണ്ടോ, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകണ്ട. അതിനാണ് ഞാൻ ഈ മരത്തിൻ്റെ തവി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാൻ. അപ്പം ഇതേപോലെ നമുക്ക് വീണ്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് പൊത്തി വെക്കാം കേട്ടോ. തീ ഒത്തിരി ഒന്നും കൂട്ടി വെക്കണ്ട കേട്ടോ. ഒത്തിരി കൂട്ടി വെച്ചാൽ നമ്മുടെ അവിയൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പൊത്തി വെച്ചിട്ട് വീണ്ടും വാഴയില വെച്ചിട്ട് ഇതേപോലെ അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയിലക്കകത്ത് വെച്ച് അടച്ചു കൊടുത്താൽ ആവിയൊന്നും പുറത്തോട്ട് പോകത്തില്ല, നല്ല രീതിയിൽ അത് അവിടെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. തുറന്ന് നോക്കി പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കുകയൊന്നും വേണ്ട. നമുക്ക് വീണ്ടും അത് ഒരു നന്നായിട്ട് ഇല വെച്ച് അടച്ച് നന്നായിട്ടങ്ങ് പൊത്തി വെച്ചേക്കാം കേട്ടോ. പൊത്തി വെച്ചിട്ട് നല്ലോണം അടച്ചൊക്കെ വെച്ചേക്കാം. എന്നിട്ട് ആവിയൊന്നും പോകാതെ തന്നെ നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്നതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഇതേ ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുരിങ്ങക്കോലും പച്ചമുളകും ഒക്കെ ഒന്ന് അടിയിലാവാനായിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ആവിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അലൂമിനിയത്തിൻ്റെ ഉരുളി ആയതുകൊണ്ട് മിക്കവാറും അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം 2 ഇല വെച്ചിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ചു. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ കേട്ടോ. ആവി കയറി വരുമ്പം നമുക്കത് വീണ്ടും തുറന്ന് നോക്കണം. ഈ സമയമാണ് നമ്മൾ ഇതിനകത്തോട്ട് അരപ്പൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതേപോലെ കുഴഞ്ഞു പോകാതെയാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി ഇങ്ങനെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇതേപോലെയൊക്കെ ആയിരിക്കും അവിയൽ വെക്കുന്നത്. ഞാൻ വെക്കുന്നതായ ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഞാൻ വിചാരിക്കുക ഇച്ചിരിയും കൂടെ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഞാൻ അവിയലിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പം അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ അരപ്പ് ചേർക്കുന്നത്. അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് മുഴുവനായിട്ട് തന്നെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അരപ്പൊക്കെ ഒന്ന് അരപ്പിനകത്ത് നന്നായിട്ടൊന്ന് ആവി കയറി വരണം കേട്ടോ. അപ്പം നമുക്കിത് അരപ്പിട്ട് മുഴുവനായിട്ട് തന്നെ അരപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അവിയൽ ഞാൻ ഞായറാഴ്ച രാവിലെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് ഈ ലൈറ്റിൻ്റെ വെട്ടം കൊണ്ടാണ് ഇങ്ങനെ ശരിക്കും അവിയലിന് കളറില്ല എന്നൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പം ഞാനിത് അവിയലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കണം കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 4 മീഡിയം സൈസ് തേങ്ങയാണ് തിരുമിയെടുത്ത് ചേർത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഉള്ളതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അവിയലിന് എപ്പോഴും തേങ്ങ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റിൻ്റെ വെട്ടത്ത് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കളർ അധികം ഇല്ലാത്തതെന്ന് തോന്നുന്നു. എന്നാലും നല്ല മണമൊക്കെയാണ് കേട്ടോ. ചിലരൊക്കെ ഉണ്ടല്ലോ അവിയലിന് കടുക് അരയ്ക്കും കേട്ടോ. ഇച്ചിരി കടുകൊന്ന് പൊട്ടിച്ചിടുവേ. ഞാനും നേരത്തെയൊക്കെ ഞാൻ അവിയലുണ്ടാക്കുമ്പോൾ അങ്ങനെ ഇച്ചിരി കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുവാണ്. കട്ടത്തൈര് ചേർത്ത് കൊടുക്കുവാണ്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഇളക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്താലും മതി. മാങ്ങ ചേർക്കുമ്പോൾ പിന്നെ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ 2 കരിവേപ്പിലയൊക്കെ വെച്ച് കൊടുത്തു. അവിയലിന് എത്ര കറിവേപ്പില ഇട്ട് കൊടുത്താലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ഒരു അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. എൻ്റെ പുതിയ ചാനലിൽ ഞാൻ ഇതുവരെ അവിയലിൻ്റെ റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇതൊന്ന് പുതിയ ചാനലിൽ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അധികം സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയം ഇതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ടങ്ങ് ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്